നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ എ ജി ജോർജ്, ഇത്തരത്തിൽ ഒരു ഇടക്കാല ബജറ്റായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തലായി വന്നിരിക്കുന്നത്. അങ്ങ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങ് ഇന്നലെയും ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിന് ഇത്തവണ വാരിക്കോരി തരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അങ്ങ് ഇന്നലെ പങ്കുവെക്കുകയുണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കാം എന്നതിനപ്പുറത്തേക്ക് എന്ത് പ്രതീക്ഷിക്കേണ്ട എന്ന നിലയിലേക്ക് ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ശ്രീ എ ജി ജോർജ്. തീർച്ചയായിട്ടും എബി എന്നോടല്ലേ? അതെ അതെ. ഹലോ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എബി പറഞ്ഞതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു ചിത്രം. എന്തില്ല എന്നാണ് ഇനി നാം നോക്കേണ്ടത്. ഞാനതിന്റെ രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനത് കൂടുതൽ വിസ്തരിക്കാനായി ശ്രമിക്കുന്നില്ല. എന്തായാലും കേരളത്തിൽ എന്ത് കിട്ടും എന്നതിനേക്കാൾ ഉപരിയായി ഇതിനൊരു ദേശീയ കാഴ്ചപ്പാടിൽ നാം കാണേണ്ടതുണ്ട് എന്നാണ് എന്റെ വിചാരം. കാരണം ഇന്നലെ പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഇടക്കാല ബജറ്റ് എന്ന രീതിയിൽ ഇതിനെ കാണേണ്ടതായി ഉണ്ട് എന്നതാണ് ഒരു പരമമായ യാഥാർത്ഥ്യം. ഒരു ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ പോലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നന്നായി സ്വാധീനിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളും പദ്ധതികളുമായിരിക്കും ഈ ഇടക്കാല ബജറ്റിൽ ഉണ്ടാവുക എന്നത് സംശയത്തിന് അതീതമായ കാര്യമാണ്. കാരണം ഇതൊരു അഗ്നിപരീക്ഷണമാണ്. ഈ ബജറ്റിൽ നാളെ 14 മണിക്കൂറുകൾ കഴിയുമ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ഒരുപക്ഷെ ബജറ്റിന്റെ ദൈർഘ്യം സാങ്കേതികമായി ഒരു മുഴുസമയ ബഡ്ജറ്റ് പോലെ ഉണ്ടാകണം എന്നില്ല, അത്രയും സമയം വായിക്കാൻ എടുക്കണം എന്നുമില്ല. എന്നാൽ പോലും വളരെ വ്യക്തമായിട്ടുള്ള ദിശാസൂചകങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ എല്ലാ സംസ്ഥാനത്തെയും ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകൾ കരുതുന്നത്. കാരണം ഒരു കാരണവശാലും ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിനകത്ത് ഒരു തകർച്ചയുണ്ടാകാൻ പാടില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ ഞാൻ ഇന്നലെ ഉപയോഗിച്ച വാക്ക് ആവർത്തിക്കട്ടെ, ഫ്രീ ബീസിന്റെ ഒരു പെരുമഴയായിരിക്കും ഈ ഇടക്കാല ബജറ്റിൽ എന്നതിനെ കുറിച്ച് തർക്കമില്ല. അത് കാർഷിക മേഖലയിലാകട്ടെ, വ്യാവസായിക മേഖലയിലാകട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള വികസന മേഖലകളിലെല്ലാം ആകട്ടെ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ വളരെ എടുത്തു കാണിക്കത്തക്ക അല്ലെങ്കിൽ വളരെ മുഴച്ചു നിൽക്കുന്നതായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ചും നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എബി ഉൾപ്പെടെ പണ്ട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ 2 മോദി ഗവൺമെന്റിന്റെ കാലത്ത് അവർ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ, 2 അവർ അവതരിപ്പിച്ചതായ ബജറ്റുകൾ പ്രഖ്യാപിച്ചതായ പദ്ധതികൾ എത്ര ശതമാനം അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി വിലയിരുത്തേണ്ട ഒരാവശ്യകതയുണ്ട് എന്നാണ് എൻ്റെ മതം. പ്രഖ്യാപനങ്ങൾ നടത്താൻ ആരെ കൊണ്ടും സാധിക്കും. എന്നാൽ ആ പ്രഖ്യാപനങ്ങൾ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പ്രകടന പത്രിക എന്ന് പറയുന്ന ഒരു പത്രികയിൽ വാരിക്കോരി സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും. അതിൻ്റെ എത്ര അളവ് വരെ യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്നുണ്ട് എന്ന ഒരു വലിയ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. അതുപോലെ തന്നെ ബജറ്റിൽ പുതിയ പുതിയ പദ്ധതികളൊക്കെ ധാരാളം പ്രഖ്യാപിക്കും. എന്നാൽ ആ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ എത്ര ശതമാനം നടപ്പിലാക്കി എന്നത് സാങ്കേതികമായി പരിശോധിക്കേണ്ടതും ഒരു അനിവാര്യതയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ 9.5 വർഷ കാലഘട്ടത്തിൽ ഈ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നടപ്പായിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു മടിയും എനിക്കില്ല. ഞാൻ എന്തായാലും രാഷ്ട്രീയമായി കഴിഞ്ഞ 9.5 വർഷമായി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ 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 ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ നടത്തിയതായിട്ടുള്ള വാഗ്ദാനങ്ങൾ യഥാർത്ഥത്തിൽ എത്തേണ്ടിടത്ത് എല്ലാവർക്കും എത്തിയിട്ടുണ്ടോ,
ഒരു സർവാശ്ലേഷിയായിട്ടുള്ള വികസനമായിരുന്നോ കഴിഞ്ഞ 9.5 വർഷം ഇന്ത്യയിൽ നടന്നത് എന്ന് ആലോചിക്കണം. ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇവിടെ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് നമ്മൾ പോകാൻ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാഗ്ധോരണിയൊക്കെ നമ്മൾ കേൾക്കുകയാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളുടെ ഗ്രാമങ്ങൾ ഇത് ഈ പറഞ്ഞോണം ഈ നഗരബന്ധിതമായിട്ടുള്ള പരിഷ്കാരങ്ങളല്ല ഇന്ത്യയുടെ ആവശ്യം എന്നുള്ളത് തിരിച്ചറിയണം. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടെ സുരക്ഷയും സംരക്ഷണവുമാണ് ഇന്ത്യയെ പോലെ ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തുണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഒരു മേഖലയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ വികസനം എന്തായാലും ഗ്രാമങ്ങളിൽ തന്നെ ഉയർന്നു വരേണ്ട സാഹചര്യമാണ്. ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ